അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇന്ന് പുലർച്ചെ 7 മണിക്ക് മക്കയിൽ നിന്നും ത്വായിഫിലേക്ക് പുറപ്പെട്ടു. ത്വായിഫിൽ ചെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക് നുബുവത്തിൻ്റെ 10-ാം വർഷം അവിടുത്തെ കുടുംബങ്ങളുടെ അടുത്തേക്ക് പോയിരുന്നു. അവിടെ ചെന്ന് ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിടേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി കൊണ്ട സ്ഥലവും റസൂലുള്ള കിടന്ന സ്ഥലത്ത് പ്രത്യേകമായി മസ്ജിദുൻ നബി എന്ന് പറഞ്ഞ ഒരു പള്ളി ഇപ്പോഴും അവിടെ നിലവിലുണ്ട്. ആ പള്ളിയും അതിൻ്റെ പരിസരത്ത് ഹബീബായ തങ്ങൾക്ക് കൊണ്ടപ്പോൾ കാലെടുത്ത് വെച്ച കല്ലും, ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപായപ്പെടുത്താൻ വേണ്ടി മലയുടെ മുകളിൽ നിന്ന് വലിയ ഒരു പാറക്കല്ല് ഉരുട്ടിയിട്ട ആ കല്ലും എല്ലാം ഞങ്ങളുടെ യാത്രയിൽ കാണാൻ സാധിച്ചു. അതോടുകൂടെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തുബത്തിൻ്റെയും ഷൈബത്തിൻ്റെയും മുന്തിരിത്തോട്ടത്തിൽ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്ന സ്ഥലത്ത് അദ്ദാസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച ആ ഒരു പ്രത്യേകമായ സ്ഥലം, അവിടെ മസ്ജിദ് അദ്ദാസ് എന്ന് പറഞ്ഞ പള്ളി ഇപ്പോൾ ഓർമ്മയ്ക്ക് വേണ്ടി അവിടെയുണ്ട്. ആ പള്ളിയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം അൽഹംദുലില്ലാഹ് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു പണിത മസ്ജിദുൽ ഹുനൂദ് എന്ന് പറഞ്ഞ പള്ളിയും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ മഹാനവറുകളുടെ ഖബറും സിയാറത്ത് ചെയ്തു. ത്വായിഫ് യുദ്ധത്തിൽ ഷഹീദായ 12ഓളം വരുന്ന ശുഹദാക്കളുടെ ഖബറും സിയാറത്ത് ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ കർണുൽ മനാസിൽ എന്ന് പറഞ്ഞ മീഖാത്തിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി, ഇഹ്റാം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനുള്ളിൽ ഇഹ്റാം ചെയ്ത് ഇൻഷാ അല്ലാഹ് മക്കയിലേക്ക് പുറപ്പെടും. അല്ലാഹു സുബ്ഹാനഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ.